കേരളമാകെ ഒരേ വികാരത്തോടെ നോക്കിക്കണ്ട ഒരു ചടങ്ങിന് ശേഷമാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. അത് കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമമാണ്. അപ്പോൾ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതും അതിൽ ഏതെല്ലാം വിഭാഗങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതുമാണ് ആ നിക്ഷേപ സംഗമത്തിൽ കാണാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ആ പരിപാടിയിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം മാറുന്നു, വലിയ തോതിൽ വളരാനുള്ള ഒരു കുതിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് നാട് എന്നാണ് എല്ലാവരും സൂചിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നമ്മുടെ എല്ലാ വകുപ്പുകളും സുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ പങ്കുവഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ ആരോഗ്യകരമായ ഇടപെടലുകൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പൊതുവെ നല്ല രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടു പോകുന്നത്. നമ്മുടെ നാടിൻ്റെ പൊതു സാഹചര്യം മാറ്റുന്നതിനും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധയോടെ ഇടപെടേണ്ട ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്നത് നാം പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഏത് സ്ഥാപനമായാലും നമ്മുടെ നാടിന് വലിയ തോതിൽ ഉപകരിക്കുന്നതായിരിക്കും. അതിൻ്റെ നിർദ്ദേശവുമായി വരുമ്പോൾ നിയമവിരുദ്ധമായി സഹായിക്കാനോ ഇടപെടാനോ നമുക്ക് കഴിയില്ല. പക്ഷേ നാം ഇത്തരം സംരംഭങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ആരോഗ്യകരമായ സമീപനമായിരിക്കണം സ്വീകരിക്കുന്നത്. ആരോഗ്യകരമെന്ന് പറയുന്നത് നാടിൻ്റെ പൊതുവിലുള്ള കാര്യത്തിനാണ്. ഇടപെടുന്ന ഓരോരുത്തരുടെയും ആരോഗ്യകരമായ വളർച്ച എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.